ಸ್ವಲ್ಪ ಹೆದರಿಕೆ ಆದರೆ ಅದೇ ನಮ್ಮ ಶಕ್ತಿ, ನಮ್ಮನ್ನು ಎಳೆಯುವಂಥದ್ದು. ಏನು ಬೇಕೋ ಅದನ್ನು ಕೊಡಲಿಕ್ಕೆ ಕೂಡ ಆ ಶಕ್ತಿಗೆ ಸಾಧ್ಯವ. ಜಗನ್ಮಾತೆ ಕಾವೇರಿ ಅಮ್ಮನ ಹೆಸರು ಹೇಳುವಾಗ ಅದು ಬರ್ತದೆ, ಆ ಶಕ್ತಿ. ನಮ್ಮ മധുസൂദൻ അവർ ಹೇಳಿದರು മലയാളത്തിലെ മാറ്റേണ്ടത്. ഞാൻ മലയാളത്തിൽ തുടരാം. അമ്മ എന്ന് പറഞ്ഞ ഒരു വാക്ക് നമ്മളുടെ ശരീരത്തിൽ ഒരു പക്ഷേ ഈ വിദ്യുത് മിച്ചു അത് പ്രവഹിക്കാൻ സാധിക്കും. മഹാദേവൻ അർദ്ധനാരീശ്വരനാണ്. ആ മാതൃത്വം തൻ്റെ ഉള്ളിൽ അടക്കിക്കൊണ്ട് വാഴുന്ന മഹാശക്തിയാണ് മഹാദേവൻ. ആ മഹാദേവനെ പറ്റി നമുക്കൊന്ന് അറിയാം. വേദിയിലെ ആദരണീയനായ അധ്യക്ഷൻ എൻ്റെ സ്വാമിജിയുണ്ട്. അയാളുടെ മതത്തിൻ്റെ മുമ്പിലും ആനന്ദം, പിറകിലും ആനന്ദം. യോഗാനന്ദനും അതെ, ആ മഠത്തിൻ്റെ പേരും ആനന്ദം. ഈ ആനന്ദമാണല്ലോ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആനന്ദം തരുന്നത് ഭഗവാനാണ്, സ്വാമിജി പറഞ്ഞത്. അതിനാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നതും അതിനുവേണ്ടിയാണ് നമ്മളെല്ലാം ശ്രമിക്കുന്നത്. ലഭിക്കുന്നത് നമ്മുടെ പാത്രത്തിൽ എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ സാധിക്കും, അതിനോട് ആ രീതിയിൽ ഇരിക്കും. അത് സ്വാമിജിയുടെ അമൃതതുല്യമായിട്ടുള്ള വാക്ക് നമ്മൾ കേട്ടോ, നമുക്ക് വിദ്യുത് സഞ്ചാരം ഉണ്ടായി. ആ സ്വാമിയുടെ ആ വാക്കുകളെ പറ്റി നമ്മളിങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറഞ്ഞത് അമ്മേനെ പറ്റിയിട്ടാണ്. കാവേരി അമ്മ. ഒരു വാക്യം എനിക്ക് ഓർമ്മ വരുന്നു. പരോപകാരായ വഹന്തി നദ്യഃ, പരോപകാരായ ഗുഹന്തി ഗാവഃ, പരോപകാരാത് ഫലന്തി വൃക്ഷഃ, പരോപകാരാർത്ഥമിദം ശരീരം. ഞാൻ മാതൃത്വത്തെ അതിൽ കാണുന്നു. ഈ അമ്മ എന്താ ചെയ്യുക? സ്വാമിജി കുറച്ച് പറഞ്ഞു, ഞാൻ അതിനെ കുറച്ചും കൂടി നീട്ടാണ്, വേറൊന്നും പറയുന്നില്ല. തൻ്റെ മക്കളുടെ ക്ഷേമമാണ് ഒരു മാതൃത്വത്തിൻ്റെ പരമലക്ഷ്യം. എല്ലാ മക്കളും ഒരുപോലെയാണ് അമ്മക്ക്. പല മക്കളെയും അമ്മ പ്രസവിച്ച് കാണും, അല്ലെങ്കിൽ വേറൊരു അമ്മ പ്രസവിച്ച മക്കളും തനക്ക് മക്കളാണെന്നാണ് സ്വതവേ എല്ലാ അമ്മമാരും അതിനെ കണ്ടിരിക്കുന്നത്. മക്കൾക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ അമ്മയുടെ ഹൃദയം പടയും, അമ്മക്ക് വിഷമം ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരു അമ്മയുടെ ഒരു സ്വഭാവമാണ് നമുക്ക് കാവേരി അമ്മയിൽ കാണാൻ സാധിക്കുന്നത്. പരോപകാരാർത്ഥ വഹന്തി നദ്യഃ. എവിടുന്നോ പുറപ്പെടുന്നു, ഏതോ മലയിൽ തന്നെത്താൻ ഉത്ഭവിക്കുന്നു. അതിങ്ങനെ പ്രവഹിച്ച് പ്രവഹിച്ച് ഇങ്ങനെ വരികയാണ്. എല്ലാ വെള്ളശേഖരങ്ങളിൽ അത് കൂട്ടി കൂട്ടി വരികയാണ്. ഒന്നിനെ അകറ്റി പോവില്ല. എത്ര വെള്ളം ഇതിൽ ചേർന്നാലും സന്തോഷം തന്നെയാണ്. അങ്ങനെ ആ ഒരു ചെറിയ വെള്ളത്തിൻ്റെ പ്രവാഹം വലിയ നദിയായി വന്ന് ഒടുവിൽ സമുദ്രത്തിൽ ലയിക്കുന്നു, അല്ലേ? അങ്ങനെയുള്ള നദിക്ക് ആദ്യം കാവേരി അമ്മ എന്ന് പേരിടാം. ഗംഗാന്നിടാം, കാവേരിന്നിടാം, സിന്ധുന്നിടാം. പക്ഷേ സമുദ്രത്തിൽ ലയിച്ചതിന് ശേഷം ആ പേരില്ല, സാഗരം. അമ്മയുടെ വിഷയം അവിടത്തേക്ക് ലയിച്ചു പോവുകയാണ്. ഈ പ്രവാഹത്തിൻ്റെ ഇടയിൽ എന്തെല്ലാമാണ് ചെയ്യുന്നത്? സ്വാമിജി പറഞ്ഞ പോലെ എത്രയോ മൃഗപക്ഷാദികൾ അതിൻ്റെ ജലം സേവിച്ചും കൊണ്ട് വയറ് നടക്കുന്നു. അതുകൊണ്ട് അവരുടെ വിശപ്പടങ്ങുന്നു, ദാഹമടങ്ങുന്നു. വിശേഷമായി ഒരു തടസ്സമില്ല. എത്ര വേണമെങ്കിൽ പോയിട്ടാ അമ്മയൊന്നും പറയില്ല. എത്ര വെള്ളം വേണം കുട്ടികൾ, ഒരു അമ്മ പറയില്ല നീ അത് അത്ര കുടിച്ചാൽ മതി, ഞാൻ എൻ്റെ ഇമ്മിൻ്റെ എല്ലാം നീ ശ്രമിച്ചോ, നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഈ വെള്ളം കുടിച്ച പ്രാണികൾ അതിൻ്റെ പുറത്ത് തന്നെ ഇരുന്ന് സന്തോഷിച്ചിട്ട് തൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാണ്. നമ്മൾ മനുഷ്യന്മാരെന്ത് ചെയ്യുന്നു എന്നാണ് അതിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളങ്ങനെയാണോ? നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട്, നമ്മളെ കൃഷിക്കോ നമ്മൾ ആവശ്യം യഥേഷ്ടം നമ്മൾ ഉപയോഗിക്കുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്ന എന്താണ്? നമ്മളെ മാലിന്യങ്ങളെല്ലാം വെള്ളത്തിലാണ്. നമ്മളെ വസ്ത്രം അതിൽ നനക്കണം, നമുക്ക് നമ്മുടെ ശരീരം അതിൽ കഴുകണം. നമ്മൾ ആവശ്യമില്ലാതെ എന്താ സാധനം അതെല്ലാം ഉപേക്ഷിക്കുന്നത് ഈ അമ്മയുടെ കയ്യിലേക്കാണ്. അമ്മ സംസാരിക്കുന്നു, എന്തെങ്ങനെ പ്രതികരിക്കുന്നുണ്ടോ? പ്രതിഷേധം നമുക്ക് അറിയിക്കുന്നുണ്ടോ? ഇല്ല. എന്താ? മക്കളിതാണത്. മക്കൾ ശുചിത്വരാവണം. അമ്മ വിചാരിക്കുകയാണ് ആ എല്ലാ മാലിന്യങ്ങളെയും എല്ലാം വഹിച്ചു കൊണ്ടുപോകുന്നത് അമ്മയാണ്. തൻ്റെ കുട്ടികൾ ശുചിയായിരിക്കണം, തൻ്റെ മക്കൾക്ക് ക്ഷേമം കിട്ടണം. അതാണല്ലോ ആ മാതൃത്വം.
അല്ലെങ്കിൽ ആ മാതൃ എന്ന ശബ്ദത്തിൻ്റെ മേന്മ അത് കാണിച്ചു തരുന്നതാണ് ഈ നദി കാവേരിയമ്മ. നമുക്കെല്ലാം ക്ഷേമം തരുന്ന ആ മാതാഹൃദയം, മാതൃഹൃദയം, അതിനെ നമ്മൾ മറക്കാൻ പാടുണ്ടോ? നമ്മൾ അതിന് മറന്ന് പ്രവർത്തിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷയുണ്ടോ? അപ്പോൾ അത് നമുക്ക് പ്രകൃതിക്ക് ആ പ്രകൃതി നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ ജീവിക്കണം. സാധിക്കുമോ നമുക്ക്? കാവേരിയമ്മനെ വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കും, എല്ലാ അമ്മമാർക്കും സാധിക്കും. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ വാചകം പരോപകാരാർത്ഥ ഫലന്തി വൃക്ഷ. അശ്വത്ഥമൃത്തിന്റെ കഥ പറഞ്ഞു സ്വാമിജി. ഞാനതൊന്നും കൂടി പറയുകയാണ്, കുറച്ച് പറയാണ്. ഒരു മരം നമ്മൾ നട്ടു വളർത്തുകയാണെങ്കിൽ നമുക്കതിന് അപേക്ഷയുണ്ട്, ഉദ്ദേശമുണ്ട്. ആ ഫലത്തിൽ നിന്ന്, ആ മരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കണം. എന്താ അതിലുണ്ടാവുന്ന എന്താ ഫലം? അത് നമുക്ക് ധാരാളം ലഭിക്കണം. എന്തിനാ? അതിൻ്റെ പ്രതിഫലം. അതിനാണ് നമ്മൾ വെള്ളമൊഴിക്കുന്നത്. വെറുതെ വെള്ളമൊഴിക്കോ? ഒരു അശ്വത്ഥമരം വേണമെങ്കിൽ അതിന് ആരും വെള്ളമൊഴിക്കാൻ പോകില്ല. നമ്മുടെ തോട്ടത്തിലെ കവുങ്ങോ തെങ്ങിനോ വെള്ളമൊഴിക്കും, ലക്ഷ്യമുണ്ടല്ലോ. പക്ഷെ അശ്വത്ഥവൃക്ഷം പറയുന്നില്ല എനിക്കും വെള്ളം എന്താണ്. അതും ഫലിക്കുന്നുണ്ട്, അതും ഫലം കൊടുക്കുന്നുണ്ട്. എത്രയോ പക്ഷികൾ അതിൻ്റെ ഫലം ജീവിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ആ മരത്തിൻ്റെ ഗുണം, മാതൃഹൃദയം, അതും ആ വൃക്ഷത്തിൽ കാണാം അല്ലേ? നമ്മൾ കല്ലെറിയും, നല്ല മാങ്ങ കണ്ടു കഴിഞ്ഞാൽ കല്ലെറിയും കുട്ടികൾ. കല്ലിൻ്റെ വേറെ മരമാണ്. നമ്മളെ ലക്ഷ്യം ചില സമയം തെറ്റിപ്പോകും. മരത്തിന് അടികെട്ടും. പ്രതികരിക്കുന്നുണ്ടോ മരം? ഇല്ല. എത്ര തെറ്റാലും ഒന്നും ചെയ്യില്ല. മധുരമായിട്ടുള്ളതേ തരും. നമ്മുടെ ലക്ഷ്യം അതാണ്. നമ്മൾ ആ മരത്തിനെ മാത്രം മറക്കുന്നില്ലേ? നമുക്ക് ഫലം തരുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ മരത്തിനെ ഇല്ലാണ്ടാക്കാൻ ഒരു ദാക്ഷിണ്യമില്ല. നമുക്ക് എത്രയോ കാലം നമുക്ക് ഫലം തന്ന മരമാണ്. പക്ഷെ നമുക്കത് എപ്പോഴും ഫലം കുറച്ചു. അപ്പം നമ്മളതിനെ മനുഷ്യൻ ചിന്തിക്കണം, എവിടെയാണ് നമ്മൾ മാറേണ്ടതെന്ന്. നമ്മളെ സംരക്ഷിച്ച അതിനെ ഒരു 4 മരം നടുക നമ്മൾ, അല്ലെങ്കിൽ അതിന് 2 അത് സംരക്ഷിക്കണം. പിന്നെ വെട്ടിക്കൊള്ളൂ, പറയാനില്ല. ചെത്തിയതിൻ്റെ ചോര തീരുമ്പോഴത്തേക്കാണെങ്കിൽ മുറിച്ചു കൊണ്ടുപോയി വേറെ കമ്പനിക്ക് കൊടുക്കുക. തെറ്റല്ല, നമ്മൾ ചെയ്യേണ്ടത് തന്നെ ഇല്ലേ? ചോര വരെ എടുക്കുന്നില്ലേ നമ്മുടെ മരത്തിൻ്റെ? നമ്മളെ ആവശ്യം. മരം പ്രതികരിക്കുന്നുണ്ടോ? അതിലുള്ള ഈ മാതൃഹൃദയം നമുക്ക് അനുകരണീയമല്ലേ? നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളെ നിലനിൽപ്പിൻ്റെ വിഷയമാണ്. ഈശാന സർവവിദ്യാനാം, വിദ്യയുടെ അനുഭവി. ഈശാന സർവഭൂതാനാം, എല്ലാ പഞ്ചഭൂതങ്ങൾക്കും ഉടയവൻ ഈശ്വരനാണ്. ഈശാന സർവവിദ്യാനാം ഈശ്വര സർവഭൂതാനാം. ഭൂതങ്ങളെന്ന് നമ്മളെ പേടിപ്പിക്കുന്ന ഇവയല്ല ഉദ്ദേശിച്ചത്. വാളെടുത്തിട്ട് പേടിപ്പിക്കുന്നത് അത് വിഷയങ്ങൾ വരെയുണ്ട്. പഞ്ചഭൂതങ്ങളാണ്. സ്വാമിജി പറഞ്ഞ പോലെ നമുക്ക് ജലമായി, വൃക്ഷമായി. അതിനുശേഷം നമ്മൾ കാണുന്നത് ആ വാക്യത്തിന് മുമ്പിലോട്ട് പരോപകാരാർത്ഥ ദുഹന്തി ഗാവഹ. ലോകത്തെ ഈ ജഗത്തിന്റെ അമ്മയായിട്ടാണ് പശുവിനെ നമ്മളെ പൂർവികർ ചിത്രീകരിച്ചിട്ടത്. ഗാവഹ ലോകസ്യ മാതരഃ. എന്തുകൊണ്ട്? ഒരു ചെറിയ വിഷയം നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. അമ്മയുടെ പാല് കിട്ടാതെ എത്രയോ കുട്ടികളുണ്ട്. പല കാരണവും ഉണ്ടാവാം. ചില സമയം അതിൻ്റെ സാഹചര്യം അങ്ങനെയായിട്ടുണ്ടാവും. നമുക്ക് ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ ചില കുട്ടികൾക്ക് ആ യോഗം ഉണ്ടാവാറില്ല. എന്നാലും കുട്ടികൾ ജീവിക്കുന്നു. നമ്മളത് അവരാരോഗ്യം ഉണ്ടാവുന്നു. പക്ഷേ പശുവിൻ്റെ പാൽ ഉപയോഗിക്കാതെ മനുഷ്യരുണ്ടാവുമോ? ഇന്നിപ്പോൾ വലിയ വലിയ കമ്പനികൾ പശുവിനെ വളർത്തി പലതും സമ്പാദിക്കുന്നു. ഞാൻ പറയാൻ പോകുന്നില്ല. പശുവിൻ്റെ എല്ലാം ഉപയോഗിക്കുന്നു. കേവലം പാല് മാത്രമല്ല, ബിസിനസ് പോട്ടെ, പറയുന്നില്ല. പക്ഷേ ആ പശുവിനെ പറ്റി നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം വിഷയങ്ങൾ നമുക്ക് കിട്ടും സാധിക്കും. തൻ്റെ അകടിലെ താൻ പിന്നെ പുല്ലുകളോ എന്തെങ്കിലും ആവശ്യമില്ലാതെ ചപ്പലകളോ ഇലകളോ പുല്ലുകളോ ആവശ്യമില്ലാത്ത വസ്തുക്കളെല്ലാം തിന്നും പശു. തിന്നലെല്ലാം നമുക്ക് കൊടുക്കും ഇല്ലേ? നമുക്ക് ആഹാരത്തിന് നമുക്ക് ധാന്യങ്ങൾ വേണം. നമ്മൾ ആ ധാന്യം കഴുകും. ധാന്യം നമുക്ക് വയറ് നിറക്കാൻ വേണം. അതിന് ഉപയോഗിച്ചിട്ടോ വേണ്ടിയിട്ടാണ്. ആ കഴുകിയ വെള്ളം പശു. ആ ധാന്യത്തിൻ്റെ തോടുകൾ നമുക്ക് വേണ്ട, അത് പശു അല്ലേ? നമുക്ക് തിന്നിട്ട് മിച്ചം വന്നത് നമുക്ക് തിന്നാൻ സാധിക്കുന്നില്ല, അത് പശു. നമുക്ക് വേണ്ടാത്തത് എന്തെല്ലാം പശു, അതെല്ലാം പശു. പശുവിൻ്റെ അകിടിൽ നിന്ന്
അമൃതതുല്യമായിട്ടുള്ള പാല് അതെന്തിനാണ് സംഭരിക്കുന്നത്? തൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. തൻ്റെ വയറ്റിൽ ജനിച്ച തൻ്റെ ഓമന കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഈ പാല് സംഗ്രഹം അതിന് ഈശ്വരൻ കൊടുത്തിട്ടുള്ളത്. നമ്മളെന്താ ചെയ്യുക? കയറിട്ട് കഴുത്ത് മുറുക്കിയിട്ടാണ് നമ്മൾ പാല് കറക്കുന്നത്. ചില പശുക്കൾ ചവിട്ടുന്നുണ്ട്, അതിനും വഴിയിടും ഇല്ലേ? പശുക്കൾ എന്ത് നിഷേധിച്ചാലും അതിന് നമ്മൾ പ്രതികരിച്ച് അതിന് ബലാത്കാരമായിട്ടും കൂടി കറക്കാൻ നമ്മൾ തയ്യാറാണ്. എന്തെങ്കിലും ഒരു വാക്കോ പ്രതിഷേധമോ പശു ചെയ്യാറുണ്ടോ? ഇല്ല. നമ്മൾ എന്നെ പോറ്റിയ ആ വ്യക്തിക്ക് തൻ്റെ അകിടിലുള്ള അമൃതതുല്യമായിട്ടുള്ള പാല് യഥേഷ്ടം കറക്കാം. എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ബാക്കി വെച്ചേക്കൊന്നും കൂടി പറയില്ലാതെ പറയുമോ? ഇല്ല. നമ്മൾ എത്രത്തോളം അതിനു വേണ്ടി നമ്മൾ സംരക്ഷണം കൊടുക്കുന്നു. ഇന്നിപ്പോൾ എല്ലാവർക്കും പാല് വേണം. പാലില്ലാതെ ഒരു ജീവിതത്തിലുണ്ടോ? ലോകത്തില്ല. വെളുത്ത സാധനമാണ് നമ്മൾ പറയുന്നത് പാല് എന്ന് പറഞ്ഞിട്ട്. അതിൽ എന്തെല്ലാമാണ് ദൂഷ്യങ്ങളിൽ നിന്ന് നമ്മൾ നോക്കുന്നില്ല. നമുക്ക് വെളുത്തത് മതി, വെളുത്തതെല്ലാം പാല് അല്ലേ? കുട്ടികളുടെ ആരോഗ്യം എവിടെ എത്തുന്നുണ്ട്? നമ്മുടെ ആരോഗ്യം എവിടെ എത്തുന്നുണ്ട്? നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷേ ഈ പശുവിൻ്റെ ഹൃദയം, മാതൃഹൃദയം, ഞാൻ അവിടത്തേക്കാണ് വരുന്നത്. ആ മാതൃഹൃദയത്തിലെ പാവിത്രത എത്രയാണ്? ഇതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനെ നമ്മൾ സ്വാമിജി പറഞ്ഞ പോലെ അനുകരിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ കുട്ടികൾ നല്ല ആഹാരം കഴിക്കും, നല്ല വിദ്യകൾ പഠിക്കാൻ ഈശാന സർവവിദ്യാനാം. അതും മാത്രമേ തന്നെയാണ് ഈശ്വരൻ്റെത്. നമ്മളെ കുട്ടികൾ, നമ്മുടെ സമാജം, നമ്മുടെ ദേശം, നമ്മുടെ രാജ്യം നല്ല ആരോഗ്യമായിട്ടുള്ള ഒരു ജീവിതം ജനങ്ങൾക്ക് ലഭിക്കും. നമ്മൾ ആ മാതൃഹൃദയത്തെ മനസ്സിലാക്കണം. പിന്നൊന്ന് പറഞ്ഞതിൻ്റെ ഒടുക്കത്ത് പരോപകാരത്തിന് വേണ്ടി ജീവിക്കണം. പരോപകാരാർത്ഥ ഇതം ശരീരം. എത്ര സാധിക്കുന്നു പറയാൻ പറ്റില്ല. ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയം, ഇന്നത്തെ നമ്മുടെ ജീവിതശൈലി, ഇതെല്ലാം ചിന്തിക്കുമ്പോൾ വളരെയേറെ നമ്മൾ ആപത്തിലേക്കാണ് നീങ്ങുന്നത്. വളരെ ആപത്താണ്. സ്വാമിജി ചെറുങ്ങനെ സൂചിപ്പിച്ചു. ഞാൻ ഒന്നും കൂടി അതേ വിഷയം തന്നെ പറയാണ്. ഭാരതത്തിലെ എല്ലാവരും സുഖമായിട്ട് ജീവിക്കാമെന്ന് ഒരു മഹാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് കുറവ് വരില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലും അപരാധം, അതിന് തെറ്റി കാണാൻ ശ്രമിക്കുന്നവർ. ഭാരതീയ സംസ്കൃതിയാണ് സർവേ ഭവന്തു സുഖിനഃ. ആരും നിഷ്കാമില്ല, ആരും അപരാധികളല്ല. അത് ചോദിക്കാൻ വന്ന ഒരു മഹനീയ, അതല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വന്ന ഒരു മഹനീയ, അത് പറഞ്ഞതായിട്ട് നമ്മളെ ശ്രേഷ്ഠനായിട്ടുള്ള നേതാവ്. ഇതിൻ്റെ മുകളിലും അപരാധം, അതിൻ്റെ മുകളിലും വിമർശനങ്ങൾ. ഇന്ന് നമ്മൾ പ്രതികരിക്കുന്ന, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ത് ചെയ്താലും ഹിന്ദു അപരാധി. ഹിന്ദുവിൻ്റെ അമ്പലം വേണം അല്ലെങ്കിൽ സംരക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അപരാധിയായി. നമ്മളെ ക്ഷേത്രം നേതാക്കന്മാർക്ക് അതിൻ്റെ എല്ലാം കൊണ്ടുപോവാം. സ്വർണം കൊണ്ടുപോവാം, സ്വർണ്ണപ്പാളി കൊണ്ടുപോവാം, ഇല്ലേ? അതിൻ്റെ ഈശ്വരൻ്റെ കൊടുത്ത പൈസ എല്ലാ ഭാഗത്ത് കൊണ്ടുപോവാം. പൂജ കഴിക്കുന്നവർ അവർ പറയുന്നില്ല, നമ്മളുടെ സ്ഥാനമാണ്, അതിനെ ചോദ്യം മഹാദുഷ്ടൻ എന്ന് വരെ തീരുമാനിക്കാൻ ആരും അനുമാനിക്കുന്നില്ല. അത് അപരാധവുമല്ല. പക്ഷെ നേതാക്കന്മാർ അപരാധത്തിന് അതിനെ തൊടാൻ പറ്റില്ല. അവരെ വേദനീതിയാൽ സംരക്ഷിച്ച് അവർ അപരാധിയല്ല എന്നുള്ള സ്ഥാനത്തേക്ക് എത്തുന്നതാണ് ഇന്നത്തെ നമ്മുടെ സാഹചര്യം. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ക്ഷേത്രങ്ങൾ നന്നാവണം സ്വാമിജി പറഞ്ഞു. എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഇനി വരാൻ പോകുന്നത് നമ്മളെ എന്തിനാണ്? തെരഞ്ഞെടുപ്പ് നമുക്കാണെന്നല്ലേ പറയുന്നുണ്ട്, ഇല്ലേ? ജനങ്ങൾക്കാണ്. നമുക്കെല്ലാം ആ വിഷയത്തിൽ ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. കാരണം വെച്ചാൽ കുറേ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എല്ലാ ചുവപ്പുകളും നമ്മൾ കണ്ടിട്ടുണ്ട്, എല്ലാ നമ്മുടെ ചോരകളും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇല്ലേ? ഇതിനു വേണ്ടി എത്രയോ ഒഴുക്കിയിട്ടുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഈ ത്യാഗത്തിൻ്റെ സ്വരൂപമായിട്ടുള്ള ഈ നിറമാണ് ശ്രേഷ്ഠെന്ന് അവർ തന്നെ സമ്മതിക്കുന്ന ഒരു കാലം വന്നിട്ടുണ്ട്. ത്യാഗത്തിൻ്റെ സ്വരൂപമാണ്, ആ നിറമാണ് നമുക്ക് ശരി എന്നുള്ളത് പല നേതാക്കന്മാരെ സമ്മതിച്ചിട്ട് ആ വഴിക്ക് നീങ്ങുന്നത് നമുക്ക് കാണുന്നുണ്ട്. ഞാൻ വിശേഷിച്ചൊന്നും പറഞ്ഞു, പ്രത്യേകം പറഞ്ഞു. കാരണം അതിൻ്റെ ശ്രേഷ്ഠതയാണ്. എല്ലാവരും സുഖമായി ജീവിക്കണമെങ്കിൽ ആ ചിന്താഗതി വേണ്ടേ? അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം നമുക്ക് തരാൻ ആർക്ക് സാധിക്കും? നമ്മുടെ ഭഗവാൻ പഞ്ചലിംഗേശ്വരന് സാധിക്കും. പഞ്ചഭൂതങ്ങളുടെ അധിപനാണ്. നമ്മൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, അയാളുടെ അടുത്ത് പോയി നമ്മൾ
ചെയ്തതെന്നല്ലേ നമ്മൾ നോക്കുക. നമ്മുടെ ഈശ്വരൻ പഞ്ചലിംഗേശ്വരൻ, അയാൾ ചെയ്ത അയാളുടെ ജീവിത ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ചിന്താഗതി നമുക്ക് കാണാം. തൻ്റെ ശരീരം തന്നെ തൻ്റെ പത്നിക്ക് കൊടുത്തതാണ്. അർദ്ധനാരീശ്വരൻ എന്നൊരു സ്വരൂപമാണ്. നമ്മുടെ പുരാണങ്ങളിൽ ഇങ്ങനെയൊരു സ്വരൂപം വരെ കാണാനില്ല. ഒരു കഥ, ഒരു ചിത്രമോ നമുക്കില്ല. പകുതി ശരീരം ഭാര്യയ്ക്ക് കൊടുത്തതായിട്ടുള്ള ഒരു സ്വരൂപം വേറെ ഇല്ല. അങ്ങനെയുള്ള ആ ഭഗവാൻ തൻ്റെ കർമ്മത്തിൽ കാണിച്ചതായിട്ടുള്ള അത്യന്തം ശ്രേഷ്ഠമായിട്ടുള്ള പല വിഷയങ്ങൾ പറയാൻ സമയം പോകുന്നുണ്ട്. ഒരു കഥ പറഞ്ഞ് നിർത്താൻ. നമസ്തേ അസ്തു ഭഗവൻ വിശ്വേശ്വരായ മഹാദേവായ ത്രയംബകായ. ആ വേദവാക്യം അങ്ങനെ പോകുന്നുണ്ട്. നമസ്തേ അസ്തു ഭഗവൻ വിശ്വേശ്വരായ, അത് പറഞ്ഞ് നിർത്താൻ. കാരണം കുറേ കഥയാണ്. വിശ്വത്തെ രക്ഷിച്ച ഈശ്വരനാണ്. അത് ഏത് നമുക്ക് നോക്കാം. ഒരു കഥയുണ്ട് പുരാണത്തിൽ. ദേവേന്ദ്രന് ശാപം കിട്ടി. എല്ലാ വസ്തുക്കളും സമുദ്രത്തിൽ ലക്ഷ്യ പോട്ടെ എന്നുള്ളൊരു ശാപം ദുർവാസനയുടെ ശാപമാണ്. അത് അയാളുടെ കർമ്മം കൊണ്ട് കിട്ടിയതാണ് പറയാനുള്ള. ഇത് രണ്ടാമത് എടുക്കണം. അത് ലോകധർമ്മമാണ്. അത് എന്താണെന്ന് വെച്ചാൽ, നീ യാഗം ചെയ്തിട്ട് നിനക്ക് കിട്ടിയ പദവിയാണ്. ശതക്രതോ എന്ന് അവന് പേരുണ്ട്. ദേവേന്ദ്ര പദവി. വലിയ അധ്വാനമില്ല. യാഗം ചെയ്യാനെല്ലാം വിളിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വരും. ചെയ്യിപ്പിച്ചു, കിട്ടി. അതിനുശേഷം ഇവനത് മറന്നു. അയാൾക്ക് മറക്കേണ്ടി വന്നു. അയാൾ കുറ്റം പറയുക സാഹചര്യം എല്ലാം സൗകര്യമുണ്ട് തന്നെ. വിശപ്പില്ല, ദാഹവുമില്ല. പറഞ്ഞ പോലെ എല്ലാം സുഖം അനുഭവിക്കാൻ വേണ്ടി മാത്രം ഇല്ലൊരു വിഷയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ പല വിഷമങ്ങൾ അയാൾക്ക് വന്നു. കാരണം എന്താ വെച്ചാൽ അയാൾക്ക് ഇതിൻ്റെ ഈ ധർമ്മത്തിൻ്റെ മർമ്മം അയാൾ പല സ്ഥലത്തും മറന്നു. അപ്പോഴാണ് അയാൾ കഷ്ടം അനുഭവിക്കേണ്ടി വന്നത്. അങ്ങനെയുള്ള ദേവേന്ദ്രൻ ഇത് രണ്ടാമത് കിട്ടണമെന്നില്ല തോന്നൽ വന്നിട്ടാകുമ്പോൾ വഴി പറഞ്ഞു കൊടുത്തു. നിനക്ക് നിന്റെ ആ വിഷമം അറിയണമെങ്കിൽ നിന്റെ ആദ്യ കുടുംബത്തെ ആൾക്കാരെ ആദ്യം നോക്ക്. ജിതിയുടെ മക്കളും മതിയുടെ മക്കളും അതിഥിയുടെ മക്കളും സഹോദരിയുടെ മക്കളാണ്. പക്ഷെ വിരോധം. ഇളയമേരെ മക്കൾ നമുക്ക് വരാൻ പാടില്ല. എന്നില്ല ദേവന്മാർ ദൈത്യന്മാർ. പക്ഷേ നിങ്ങൾ രണ്ടുപേരും യോജിക്കണം. യോജിച്ച് സമുദ്രം മഥനം ചെയ്യും. ചെറിയ പണിയല്ല, വലിയ പണിയാണ്. 33 കോടി ദേവതകളും 66 കോടി രാക്ഷസന്മാർ. പുരാണത്തിൽ പറഞ്ഞ കഥയാണ്. എന്നാൽ അതിൻ്റെ വിഷമം എനിക്കറിയാൻ സാധിക്കും. നിവൃത്തിയില്ല പോലെ. അങ്ങനെയാണ് മന്ദരപർവ്വത്തെ മന്ദായിട്ടും വാസുകീന അതിൻ്റെ ദാരമായിട്ടും സമുദ്രമഥനം വന്ന കഥ നമുക്ക് പുരാണത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടിയ ഒരു വിഷയമാണ് കാളകൂട വിഷം എന്നുള്ളൊരു വിഷയം. നല്ല വസ്തുക്കളെല്ലാം വരുമ്പോൾ ഇറക്കിയിരിക്കട്ടെ എന്ന് ഓരോരുത്തർ മാറി സമ്മതിച്ചു. എല്ലാം നല്ല വസ്തുക്കളിൽ നല്ല ആളായി. മഹാലക്ഷ്മി വരുമ്പോൾ വിഷ്ണുവിൻ്റെ അടുത്തേക്ക്, മഹാമേരി വരുമ്പോഴത്തേക്ക് ദേവേന്ദ്രനും, കൽപ്പവൃക്ഷം വരുമ്പോഴത്തേക്ക് ദേവലോകത്തേക്ക് ബന്ധപ്പെട്ടതാണ്. അതെല്ലാവർക്കും കാളകൂട വിഷം അത് വരുമ്പോൾ തന്നെ ലോകം മുഴുവൻ നശിക്കാൻ തുടങ്ങി. അത്രയും വിഷമാണ്. പക്ഷികളെല്ലാം ഖഗങ്ങളെല്ലാം ദ്രവിച്ച് താഴേക്ക് വീഴുകയാണ്. തീ എല്ലാത്തിലും പടരുകയാണ്. ഭക്തന്മാരും നല്ലവരും ലോകം എല്ലാവരും അന്താഴ്ച നിൽക്കുകയാണ്. ഒരു രക്ഷയില്ല. ആരാണ് ഇത് രക്ഷിക്കാൻ? ഏത് നിയമന്മാരും കയ്യാന്ന് പറഞ്ഞു. നമ്മളെ കൊണ്ടാവില്ല. ഓടിച്ചെന്ന് പരമേശ്വരനോട് പറഞ്ഞു, ഇനി നമുക്ക് വേറെ വഴിയില്ല, ലോകത്തെ ഒന്ന് രക്ഷിക്കണം. ആ മഹാമഹിമൻ വേറൊന്നും ആലോചിച്ചില്ല. എൻ്റെ ഭക്തന്മാരെ രക്ഷിക്കണം. എന്നെ വിശ്വസിക്കുന്ന ലോകം നശിക്കാൻ പാടില്ല. കാളകൂട വിഷത്തെ എടുത്തങ്ങ് പാനം ചെയ്യും. പുരാണത്തിൽ പറഞ്ഞ കഥയാണ്. പുരാണത്തിൽ കാണുന്ന കഥയാണ്. കാളകൂട വിഷത്തെ അങ്ങനെയില്ല. അതിഭയാനകമായിട്ടുള്ള വിഷത്തെ ശിവൻ അങ്ങെടുത്ത് കൊടുത്തു. നശിക്കും ഉറപ്പാണ്. ശരീരം ഉണ്ടാവില്ല. കത്തി ഭസ്മമായിട്ട് പോകും. അപ്പം നമ്മളെ കാവേരി അമ്മ അടുത്തന്നെ നിൽക്കുന്നുണ്ട്. പോയി കഴുത്തന്നെ വിളിച്ചു. എന്തേ? അവർക്ക് ഭർത്താവ് വേണം. അവരെ കിട്ടണമെങ്കിൽ കുറച്ച് കഥയിട്ടേ. അങ്ങനെയല്ല ഭർത്താവ് നശിക്കാൻ ആ ധർമ്മപ്രതിക്ക് സാധിക്കുമോ? കഴുത്തങ്ങ് കുടിച്ചു. നീ കുടിച്ചത് എന്നോട് ചോദിച്ചിട്ട് നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? എനിക്കറിയില്ല. എനിക്ക് എൻ്റെ ഭക്തന്മാരെ രക്ഷിക്കണം. പക്ഷേ ഈ അമ്മയുടെ ശക്തി കൊണ്ട് ആ വിഷം അവിടെ നിന്നു. ഏടാ കഴുത്തിൽ നീലകണ്ഠൻ പേരുണ്ടായി. ശിവന് നീലകണ്ഠൻ. പാർവതിയുടെ പ്രയത്നമാണ്. ശിവന്റെ പ്രയത്നം ജനങ്ങളെ രക്ഷിക്കലാണ്. അല്ലേ? ശിവൻ ഇതിനേക്കാൾ വലിയ ലോകത്തിന്റെ ഉടയവനാവാൻ വേറെ വഴിയുണ്ടാവും. അല്ല, വേറെ സന്നിവേശം കൊണ്ടാണ്. ലോകത്തെ രക്ഷിച്ച മഹാശക്തിയാണ്. നമസ്തേ അസ്തു ഭഗവൻ വിശ്വേശ്വരായ.
അന്വർത്ഥമായിട്ടുള്ള ആ സ്ഥാനമാണ് ആ ഭഗവാൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള നമ്മളെ ഈ മിഞ്ചിപ്പദവിലുള്ള ഈ മഹാശക്തി ലോകത്തെ രക്ഷിക്കാൻ പ്രാപ്തനാണ്. അവിടെ നമ്മൾ അഭയം പ്രാപിക്കണം. വേറൊന്നും വേണ്ട, നിഷ്കളങ്കമായിട്ടുള്ള ഒരു എന്താ വേണ്ടേ, ഭഗവാൻ നമ്മൾ ശരണം പ്രാപിക്കുക. ഭക്തന്മാരുടെ വിഷയങ്ങളെല്ലാം കുറേ ഞാൻ അധികം നീട്ടുന്നില്ല, സമയം മുന്നോട്ട് പോകുന്നുണ്ട്. അത് ധാർമ്മിക ഉപന്യാസം പറയാനുള്ള മഹാവ്യക്തി വന്നിട്ടുണ്ട്, ജഗദീഷ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വേദിയിലുള്ള നാരായണ ഭട്ടനും, അതുപോലെ തന്നെ നമ്മളെ മാന്യനായ എത്രയോ വ്യക്തികൾ വേദിയിലേക്കുന്നുണ്ട്. അവർക്കെല്ലാം എത്രത്തോളം ഇത് സാധ്യമാണ്, നമ്മളെ വാക്കുകൾ കേൾക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സമ്മതിക്കുന്നുണ്ട് ഞാൻ പ്രയത്നിക്കുന്നില്ല, അത് മനസ്സിലാക്കുന്നുണ്ട്. ആയതുകൊണ്ട് ഞാൻ അധികം കേട്ടുന്നില്ല. നമുക്കൊന്നു മാത്രമേ പറയാനുള്ളൂ. ഈ ഒരു മഹാസംരംഭം, ഈ ബ്രഹ്മകലശത്തിനെ പറ്റിയെല്ലാം നമ്മൾ അതിൻ്റെ വാക്കുകൾ കേൾക്കുകയുണ്ടായി. ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുള്ള മഹാവ്യക്തികളും ഇതിന് ഉദാരമായിട്ടുള്ള ധനം സമാഹരിച്ച വിഷയങ്ങളും ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത വിഷയങ്ങളെല്ലാം കേൾക്കാൻ സാധിച്ചു. ഏതായാലും ആ മഹാമഹിമൻ കുടികൊള്ളുന്ന ഈ പുണ്യക്ഷേത്രം എല്ലാ ഭക്തന്മാരുടെയും അപേക്ഷകളും അവരെ ആഭീക്ഷങ്ങളും ഈ മഹാമഹിമൻ അനുഗ്രഹിച്ച് നൽകട്ടെ. എല്ലാവർക്കും ക്ഷേമം ഉണ്ടാവട്ടെ. ഒരു വാക്കുണ്ട്, സത്യം ശിവം സുന്ദരം. സത്യം ശിവം സുന്ദരം. സുന്ദരമായിട്ടുള്ള ആ ഒരു സാധ്യം കാണണമെങ്കിൽ സത്യമാണെന്ന് പറയണം. സത്യം തന്നെ പ്രവർത്തിക്കുക, സത്യം തന്നെ പറയുക. സ്വയം ഭൂയ പ്രിയം ഭൂയ നഭൂയ സത്യമപ്രിയം തേനേവ നാനന്തം ഭൂയ ഏഷധർമ്മ സനാതന. സനാതനധർമ്മത്തെ ആദ്യത്തെ നമ്മൾ ചെയ്യേണ്ട വാക്കതാണ്, പ്രയത്നം അതാണ്. സത്യം പറയുക, സത്യം തന്നെ നടക്കുക, ധർമ്മം തന്നെ ആചരിക്കുക. ആചാരപ്രഥമോ ധർമ്മ. എന്നാലേ ഈശ്വരൻ പ്രസാദിക്കുകയുള്ളൂ. അധികം പറയുന്നില്ല, അധികം നീട്ടുന്നില്ല. നമ്മളെ പ്രാസംഗികൻ്റെ വാക്ക് കേൾക്കേണ്ടതുണ്ട്. വേദിയിലുള്ള എത്രയോ മഹാന്മാർ വേദിയിലുണ്ട്. എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു പുണ്യ സമയത്ത് എനിക്കും കൂടി നിങ്ങളോടൊക്കെ ചേരാനുള്ള ഒരു അവസരം നൽകിയ ഭാരവാഹികളോട് അനന്യമായിട്ടുള്ള എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് സ്വാമിയോട് ഒന്നും കൂടി ആശീർവാദം യാചിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ, ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥന